സോ ഗൈസ് അങ്ങനെ സാൻഡിയൊക്കെ കൊമിക്കോൺ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കിട്ടില്ല കിണ്ണ അപ്ഡേറ്റ്സ് ഒരുപാട് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. സോ ഗൈസ് നമുക്ക് ഇപ്പോൾ തന്നെ വീഡിയോയിലേക്ക് പോവാം. സോ അങ്ങനെ മാർവൽ ചത്തിരുന്ന മാർവലിനെ അങ്ങ് പിന്നെ യഥാർത്ഥ മാർവൽ ജീസസ് ആരെന്ന് ചോദിച്ചാൽ ഇതിലെ ഒരു ഹൈലൈറ്റ് സത്യം പറയാം, ഇതൊരു ഹൈലൈറ്റ് ഒരു കിണ്ണ അപ്ഡേറ്റ് ഉണ്ട്. അത് നമുക്ക് അവസാനം പറയാം. ആദ്യം പറഞ്ഞാൽ അതങ്ങ് ശരിയാവില്ലല്ലോ. അപ്പോൾ നമുക്ക് ആദ്യമേ ചെറുതിൽ നിന്ന് പോവാം. അപ്പോൾ ഒന്നാമത്തെ ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക 4 എല്ലാവർക്കും അറിയാം, ട്രെയിലർ കണ്ടാണ്. അപ്പോൾ ആ ഒരു 4 അവന്മാരിപ്പം കെവിൻ ഫൈഗി പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇതൊരു ഗ്രൗണ്ട് ലെവൽ ഒരു മൂവിയാണ്. അതായത് നമ്മുടെ വിൻ്റർ സോൾജർ പോലൊരു വൈബ് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു മൂവിയിൽ അവർ കാണിച്ചിട്ടുള്ളത് നമ്മുടെ സെൽസിൽ ആ ഒരു ഭൂമി പൊളന്ന് വരുന്നില്ല, നമ്മൾ ആ കാണുന്ന എറ്റർനൽസ് മൂവിയിൽ ആ ഒരു ക്ലിപ്പ് കാണിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ പിന്നെ തണ്ടർബോൾട്സ് എന്നൊരു ട്രെയിലർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അതിന് നമ്മുടെ പുതിയ അവഞ്ചേഴ്സ് ടവറിനെ കാണിച്ചിട്ടുണ്ട്. അത് വേറൊരു കാര്യം. പിന്നെ ഗോസ്റ്റ് അങ്ങനെ എല്ലാ ക്യാരക്ടേഴ്സും അന്ന് തണ്ടർബോൾട്സിൽ വരുന്നുണ്ട്. ഈ തണ്ടർബോൾട്സ് എന്ന ടീം തന്നെ നമ്മുടെ അവഞ്ചേഴ്സ് 5 വരും എന്ന് അവിടെ ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തൊരു അപ്ഡേറ്റ് നമ്മുടെ ഫാന്റാസ്റ്റിക് 4 ടൈറ്റിൽ റീചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ ആ ഫാന്റാസ്റ്റിക് 4 എല്ലാ ക്യാരക്ടേഴ്സിനെ അവർ സ്റ്റേജിൽ വിളിച്ചിട്ട് പിന്നെ അതിൽ തന്നെ ഒരു ഗലാക്ടസിൻ്റെ ഒരു ഫുട്ടേജ് അവിടെ പ്ലേ ചെയ്തെന്നാണ് പറയുന്നത് റിപ്പോർട്ട് പ്രകാരം. പിന്നെ ഇതൊന്നും കൂടാതെ ഇതേ ഫാന്റാസ്റ്റിക് 4 ടീം തന്നെ നമ്മുടെ അവഞ്ചേഴ്സ് 5 വരുമെന്ന് കൺഫേം ആയിട്ടുണ്ട്. എൻ്റെ പൊന്നെ ഇത് കിണ്ണ അപ്ഡേറ്റ് കേട്ടോ, ഉള്ളത് പറയാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കറിയില്ല, ഡെഡ്പൂൾ കണ്ട തന്നെ ഒരു കിളി പോയിരിക്കുകയാണ്. കാരണം കിണ്ണം പടം. അത് കണ്ടിടയിൽ ഇത്രയും നല്ല അപ്ഡേറ്റ്സുകൾ കിട്ടപ്പോൾ സത്യം പറയാം പഴയ മാർവലിൻ്റെ ആ രോമാഞ്ചം എവിടേക്കോ വരുന്നത് പോലെ. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നെ നമ്മുടെ ബ്ലേഡ് മൂവി പിന്നെയും ഡിലേ ആവും എന്ന് ഇവന്മാർ ഒഫീഷ്യലി അവിടെ അറിയിച്ചിട്ടുണ്ട്. ഇവന്മാർ എത്ര വട്ടമാണ് ആ മൂവിയുടെ ആ ഡയറക്ടർ സ്ക്രിപ്റ്റ് എല്ലാവരെയും ഫയർ ചെയ്ത് മാറ്റുന്നത്. എനിക്കിത് 6 വട്ടം ഒന്ന് പൊളിച്ച് എഴുതി എന്നിട്ടും പിന്നെയും അവന്മാർ അത് കൺഫേം ചെയ്ത് തള്ളിക്കൊണ്ട് പോയാണ്. എനിക്ക് തോന്നുന്നു ആ പാവ മനുഷ്യൻ അയാൾക്കൊരു ചാൻസ് കൂടെ അയാൾ ബ്ലേഡായിട്ട് വരാൻ. കാര്യം എനിക്ക് അയാൾ ബ്ലേഡായിട്ട് സിനിമ കണ്ടിട്ട് എനിക്ക് മരിച്ചാൽ മതി. ഇനി എപ്പോൾ വരുന്നുള്ളൂ? 2019 ആ മൂവി അനൗൺസ് ചെയ്തത്. ഇപ്പോൾ 2025 ആവാൻ പോകണം. ഇതുവരെ ആ മൂവിയെ പറ്റി ഒരു അപ്ഡേറ്റും ഇല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ മനുഷ്യൻ ആ ഒരു എനിക്ക് തോന്നുന്നു ചുമ്മാ ആ ഒരു ക്യാരക്ടറിൻ്റെ ആ കോൺട്രാക്ട് വേസ്റ്റ് ചെയ്ത് കളയാണെന്ന് തോന്നുന്നു. എന്തായാലും നോക്കാം. ഇനി നിങ്ങൾ കാത്തിരുന്ന അവസാനത്തെ ഒരു അപ്ഡേറ്റ് ഞാൻ പറഞ്ഞുതരാം. അതായത് വേറെ ഒന്നുമല്ല, നമ്മുടെ റൂസോ മാമന്മാരൊക്കെ തിരിച്ച് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ, എൻഡ് ഗെയിം, വിൻ്റർ സോൾജർ. എൻ്റെ പൊന്നെ ഈ മൂവിയൊക്കെ കണ്ട അവരുടെ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, അവർ എല്ലാവരും തിരിച്ചു വന്നിട്ടുണ്ട്. നമ്മുടെ അവഞ്ചേഴ്സ് 5 ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നതും അവഞ്ചേഴ്സ് 6 ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നതും ഇവർ 2 പേരാണെന്ന് അവർ ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, അവഞ്ചേഴ്സ് 5 പുതിയൊരു ടൈറ്റിൽ അവിടെ ഇട്ടിട്ടുണ്ട്, ഡൂംസ് ഡേ. പിന്നെ വേറൊരു കിടില അപ്ഡേറ്റ് ഉണ്ട്. അത് സത്യം പറയാം മാർവലിന് അറിയാം. പിന്നെ അത് ഇപ്പം ഇറക്കിയ ശേഷം എന്തായാലും സോഷ്യൽ മീഡിയയൊക്കെ ഇപ്പോൾ പൊട്ടിത്തെറിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ RDJ അണ്ണയാർ തിരിച്ച് വന്നിട്ടുണ്ട് ഇതിൽ. പിന്നെ പുള്ളിക്കാരൻ വന്നത് എന്താണ്, ഒരു കറപ്റ്റഡായിട്ടൊരു ഡോക്ടർ ഡൂം എന്നൊരു ക്യാരക്ടറിലായിരിക്കും വരാൻ പോകുന്നത്. അത് അവന്മാർ ഇറക്കിയിട്ടുണ്ട്. സത്യം പറയാം ഈ അപ്ഡേറ്റാണ് എനിക്ക് ഞാൻ ഈ പല വീഡിയോ ഇട്ടിട്ടുണ്ട്. RDJ തിരിച്ച് വരണം വേണമെന്നൊക്കെ ഷോർട്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും എൻ്റെ ഉള്ളിലൊരു മാർവൽ ഫാൻ എന്ന നിലയിൽ ഞാൻ പറയും RDJ വരണം. കാര്യം സത്യം പറയാം എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഉള്ളത് പറയണം. ഞാൻ 2019 അവഞ്ചേഴ്സ് എൻഡ് ഗെയിം കാണാൻ പോയത്. അന്ന് ഞാൻ സത്യം പറയാം ആദ്യമായിട്ട് ഞാൻ കൊച്ചിലെ അന്ന് ഞാൻ 10 പഠിക്കാൻ തോന്നുന്നു. എനിക്ക് ഭയങ്കര കരച്ചിലായിരുന്നു ആ അയൺമാൻ മരിച്ചപ്പോൾ. എനിക്കിപ്പോൾ മെച്ചൂരില്ലാത്ത പ്രായം അന്ന് കരഞ്ഞ്. രണ്ടാമത്തെ കാര്യം അപ്പോൾ പിന്നെ ഭയങ്കരമായിട്ട് ഇമോഷനായിട്ട് അങ്ങനെ എവിടെ വന്നില്ല. പക്ഷേ ഇതിൽ ഭയങ്കര തിരിച്ച് വരുന്നുണ്ട്. സത്യം പറയാം എൻ്റെ ഉള്ളിലുള്ള ആസ് എ മാർവൽ ഫാൻ കിഡ്ഡം അപ്ഡേറ്റ് ആണ് വന്നേക്കണം. RDJ വന്നിട്ടുണ്ട് തിരിച്ച് മാർവലിൽ. പിന്നെ ഇതൊന്നും കൂടാതെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സീക്രട്ട് വാർസിന് പുതിയ ലോഗോയും റിലീസ് ഡേറ്റൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ നമുക്കെല്ലാം പ്രതീക്ഷിക്കാം എല്ലാം വമ്പം പൊളി അപ്ഡേറ്റ് ആണ് കിട്ടിയിരിക്കണം. സോ ഗായ്സ് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് താഴെ കമൻറ്റ് ചെയ്യുക. എന്തായാലും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. സോ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.